കഴിഞ്ഞ പത്രസമ്മേളനത്തില് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കെ.എസ്.യുക്കാരെ അവഹേളിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകളൊക്കെയാണ് ഇപ്പൊ പുറത്തു വരുന്നത്. സത്യത്തിൽ ഇത്തരം ഒരു അവഹേളനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒരു അവഹേളനമാണ് ഉണ്ടായത്. പിന്നെ കെ.എസ്.യുക്കാർക്ക് വലിയ സങ്കടം ഉണ്ടാവും. കാരണം ഇപ്പൊ ഇതിലും ഭേദം പിണറായി വിജയൻ ഭരിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. കാരണം പുള്ളി പോലും ഇതുപോലെ അവരെ അവഹേളിച്ചിട്ടില്ല. പുള്ളി ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അവഹേളനം മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് വി.ഡി. സതീശൻ വീണ്ടും ഒരു മുഖ്യമന്ത്രി ആയതുകൊണ്ട് എങ്ങനെ കള്ളം പറയണമെന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കള്ളം തന്നെയാണ് പറഞ്ഞു, വേണമെങ്കിൽ അസത്യം ഒന്നും ആക്കാൻ അസത്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞത് മറ്റേ ലോയേഴ്സ് കോൺഗ്രസ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പോഷക സംഘടനയുണ്ട് അഭിഭാഷകരുടെ. അവരുടെ മറ്റേ നിർദ്ദേശപ്രകാരമാണ് ഇവര് ലിസ്റ്റിലേക്ക് എടുത്തതെന്ന് പറയുന്നത്. അല്ല, ഒരാള് ശരിയാണ്, മറ്റേ തൃശ്ശൂരിൽ നിന്നുള്ള കെ.ടി. രമേശ് എന്തോ പറഞ്ഞ പുള്ളി ലിസ്റ്റിലുണ്ട്. പക്ഷെ ബാക്കിയുള്ളവർ ആ ലിസ്റ്റിൽ നിന്നല്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്താ, ലോയേഴ്സ് കോൺഗ്രസ് അങ്ങനെ ലിസ്റ്റ് കൊടുത്തവർ അറിഞ്ഞിട്ടില്ലെന്നാണ് അതിന്റെ പ്രസിഡന്റ് പറയുന്നത്. ഇത് രണ്ടോടെ നിൽക്കട്ടെ, നമ്മൾ ടോപ്പിക് അല്ലാത്തതുകൊണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം എന്താ, പുള്ളി പറയണത് ലോ കോളേജിലെ പിള്ളേരാണോ ഇത് തീരുമാനിക്കണമെന്ന് ചോദിക്കണം. ലോ കോളേജിലെ യൂണിറ്റ്, ലോ കോളേജിലെ യൂണിറ്റുകാരെ കുറിച്ച് അത്രക്ക് അങ്ങോട്ട് അവഹേളിക്കരുത്. കാരണം കഴിഞ്ഞ സർക്കാരിനെതിരെ സമരം ചെയ്ത് 10-15 പേര് ജയിലിൽ കിടന്ന് 14 ദിവസം ജയിലിൽ കിടന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് ആ പിള്ളേര്. അപ്പൊ പുള്ളി മുഖ്യമന്ത്രിയാകാൻ വേണ്ടി അവരും കൂടി അവരുടെ ജീവിതത്തിലെ 10-12 ദിവസം വരെ ജയിലിൽ റെസ്റ്റ് എടുത്തിട്ടുണ്ട് എന്നുള്ളത് പുള്ളി ഒന്ന് ആലോചിക്കുന്നതല്ലാണ്.